ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഇവിടുത്തെ ജൂനിയർ കുക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ടാണ് പണി. പൊട്ടറ്റോ വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും ഓൾറെഡി പാനിൽ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തു, മസാലയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് സംഭവം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാളാനാണ് സാധ്യത. അങ്ങനെ അപ്പം ഞാനൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു, വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ സംഭവം കരിഞ്ഞു കേട്ടോ. കരിഞ്ഞെന്ന് വെച്ചാൽ അത് ഒരുപാട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവുമല്ലോ. അങ്ങനെ ഇതൊക്കെ യൂട്യൂബിൻ്റെ ഒരു യൂട്യൂബ് ഷോർട്സ് കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ. അങ്ങനെ വേണ്ടേ. പിന്നെ ദേ ബാലൻസ് വീണ്ടും അരിയുന്നുണ്ട് പൊട്ടറ്റോ. അപ്പോൾ ദേ ഇന്ന് സന്ധ്യ ആയപ്പോഴത്തേനും നമ്മുടെ വീടിൻ്റെ പുറത്ത് നമ്മുടെ ആകാശമൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. പണ്ട് നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ആ ഒരു എനിക്ക് ഫീൽ ചെയ്തു. അന്ന് അന്തമോളും പറഞ്ഞു പുറത്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി അതുകൂടെ എടുക്കാമെന്ന്. അപ്പോൾ അതേ അവിടെയും ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെ വേണ്ട ചുറ്റുമൊക്കെ ഇങ്ങനെ കേട്ടോ, റോഡാത്. ആ ലൈറ്റ് കാണുന്നിടത്ത് റോഡ് സൈഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം വേണ്ട കരിഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു കേട്ടോ. പിന്നെയും പൊട്ടറ്റോ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മുളക് പൊടിയൊക്കെ എടുത്തിട്ട് കലക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കോൺഫ്ലവർ ഒന്നും ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് അവൾ ഉണ്ടാക്കി. അപ്പോൾ അവൾ തന്നെ കഴിക്കും, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്, ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് ഷോർട്സൊക്കെ കണ്ട് കട്ട് ചെയ്യുന്നത് നമ്മളറിയാമല്ലോ, അല്ല സ്പൈറൽ ടൈപ്പ് ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവസാനം ഈ ലെവലായി. പിന്നെ ഈ ലൈറ്റ് യെല്ലോയിഷ് കളറിൽ കിടക്കുന്നില്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് ടേസ്റ്റ് ഇല്ലായ്മയില്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഒരു കരിഞ്ഞ സ്മെല്ല്. പിന്നെ അപ്പം ഞാൻ നന്ദേ കൊണ്ട് തന്നെ ആദ്യം തീറ്റിച്ചു കേട്ടോ. അപ്പം എക്സ്പ്രഷനൊക്കെ ഇട്ട് തകർക്കുന്നുണ്ട്, കൊള്ളാമെന്നൊക്കെ. സത്യത്തിൽ ടേസ്റ്റ് ഉണ്ട്. ആ ബോൾ പോലെ ഇരിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ കുറച്ച് കരിഞ്ഞത്, പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട്. അതിന് കുറച്ച് ഉപ്പും കൂടെ കൂടുതലാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ കഴിച്ചു. കുളിച്ചിട്ടൊക്കെ വന്നു. ഞങ്ങൾ തേയിലവെള്ളമൊക്കെ ഇട്ട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, ടേസ്റ്റ് ഉണ്ടെന്ന് അത് കണ്ടാൽ അറിയാം. അപ്പം ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്നപ്പം പിന്നെ അവളോട് ഞാൻ പറഞ്ഞു പെരുകന്നം കഴിക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ തൈരും ചോറും നന്ദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡുമാണ്. പിന്നെ ഉണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ചിലവാവണമെങ്കിൽ വേറൊരു വഴിയും ഞാൻ കണ്ടില്ല. വൈകുന്നേരം കഴിക്കേണ്ടതാണ്. അപ്പം ഇപ്പോൾ ഹോളിഡേ ആയത് കാരണം ഇവിടെ ഇരുന്ന് ടി വിയും കണ്ട് മൊബൈലും കണ്ട് ഇങ്ങനെ താമസിച്ചു. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇത് അതേപോലെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മേളിൽ ഇരിക്കുന്ന തൈരിനിവിടെ നമ്മൾ പെരുകുന്ന കേട്ടോ പറയുന്നത്. ആ തൈര് മൊത്തം ഫസ്റ്റ് തിന്ന് തീർക്കും, എന്നിട്ട് അടുത്തത് എടുപ്പിക്കും. ആ ചോറ് അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഫുള്ള് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിന്നെ ഇവിടുത്തെ അച്ചാറും കൂട്ടി കൊടുക്കാനാട്ടോ. അവൾക്കത് മതി. അവൾക്ക് സത്യത്തിൽ ഇതാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ കഴിച്ച് പെരുകന്നം, എന്തെങ്കിലും അച്ചാർ, അല്ലെങ്കിൽ മീൻ വറുത്തത്, അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാട്ടോ ഇഷ്ടം. അപ്പം ഞാൻ വേണ്ട പെരുകന്നം ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് അവൾ ഉണ്ടാക്കി വെച്ച സാധനമില്ലേ ആ ബോള്, അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇവിടെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ, നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതിന് കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് ആവക്കായ കേട്ടോ. ആവക്കായ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ 1 ഇയറിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മാങ്ങാച്ചാറാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത്, നല്ല ഉപ്പും കേട്ടോ ഇതിന്. അപ്പോൾ ഇതും ചോറും അവൾ കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് മോളുണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈയും കൂടെ കഴിക്കുക, ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതും ചോറും മാങ്ങാച്ചാറും പിന്നെ ആ പൊട്ടറ്റോടെ അതിനെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ എന്ന് തന്നെ പറയാം അതുമായിട്ട്. അപ്പോൾ അത് പറഞ്ഞേ ഞാൻ അങ്ങനെ നോക്കുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതും കൂട്ടി അവൾ കഴിച്ചത്. നന്ദയ്ക്ക് പിന്നെ അങ്ങനെ വാശിയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇത്. ഒരു പാക്കറ്റ് പെരുകും കുറച്ച് ചോറൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു വഴക്കുമില്ല. അങ്ങനെ വേണ്ടേ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആ പൊട്ടറ്റോ ഫ്രൈയും കൂട്ടിയാട്ടോ കഴിക്കുന്നത്. പക്ഷെ കൊള്ളാം സംഭവം. അങ്ങനെ വേണ്ട ചോറൊക്കെ ഇരുന്ന് കഴിക്കുക. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്